മുഖ്യമന്ത്രിയോടും CPIM-നോടും കലഹിച്ചതിനു പിന്നാലെ PV അൻവറിനെതിരെ നടപടിയുമായി സർക്കാർ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയ സംഭവത്തിൽ അൻവറിനെതിരെ കേസെടുത്തു. കോട്ടയം കറുകച്ചാൽ പോലീസിന്റേതാണ് നടപടി. കേസെടുക്കുന്ന കാര്യം താൻ ആദ്യമേ പറഞ്ഞതാണെന്ന് PV അൻവർ പ്രതികരിച്ചു. അതായിക്കോട്ടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലേ കേസ് എടുക്കുന്നു, ജയിലിലടക്കട്ടെ, നമ്മൾ നോക്കാന്ന്. ഇല്ല, എന്റെ ഇപ്പൊ ഒരു 10-50 ആളുണ്ടാവും. എത്ര പേര് വരും? 50 ആള്. എറണാകുളം ജില്ലയിലടക്കം താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള അല്ല, അതേ അറിയില്ല, ഞാനത് നോക്കാറില്ല. ആണോ? എനിക്കതിനെ പറ്റി അറിയില്ല. വെരി സോറി. ഇവിടെ വശപ്പെടും. നിലമ്പൂർന്ന് കാണാം, നിലമ്പൂർന്ന് കാണാം. അതിനിടെ PV അൻവർ MLA-യുടെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. അൻവർ DGP-ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി. വീടിന് സമീപം പോലീസ് പിക്കറ്റ് പോസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അൻവറിന്റെ വിശദീകരണ പൊതുസമ്മേളനം വൈകിട്ട് 6:30-ക്ക് നിലമ്പൂർ ചന്തക്കുന്നിലാണ് നടക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് ചേരുന്നുണ്ട്, വിപിൻ C. വിജയൻ മലപ്പുറത്തു നിന്നും. ആദ്യം ടോബിയിലേക്കാണ്. ടോബി, ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് പൊതുസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ പോകുന്നുണ്ട് പരാതിയിൽ. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ പരാതിയിൽ പറയുന്നുണ്ട് PV അൻവർ MLA-ക്കെതിരെ? പ്രധാനമായിട്ടും ആ കാര്യം തന്നെയാണ് പറയുന്നത്. ഫോൺ ചോർത്തൽ തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഫോൺ ചോർത്തൽ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ പോലും ഈ ഫോൺ ചോർത്തുന്നത് അതൊരു തെറ്റായ നടപടിയാണ് എന്നതാണ് ഈ FIR-ൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ കലാപവും സംഘർഷവും ഉണ്ടാക്കുന്നതിന് തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പോയി എന്നുള്ള 2 കാര്യങ്ങളാണ് ഒരു പൊതു സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തു. ആയത് ദൃശ്യങ്ങൾ മറ്റും പരസ്യമായി വെളിപ്പെടുത്തുകയും പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മനഃപൂർവ്വം പ്രകോപനപരമായി കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രതി നടത്തുന്നതായി ആവലാതിക്കാരൻ പറയുന്നു എന്നാണ് ഈ FIR-നകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ഒപ്പം തന്നെ ഈ സംഘർഷവും കലാപത്തിനും ആഹ്വാനം ചെയ്തു എന്ന തരത്തിലുള്ള ആ ഒരു കുറ്റത്തിൽ ഇടുന്ന വകുപ്പുമാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പരാതിക്കാരൻ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതികരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ ചെന്നിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി പ്രതികരണം നടത്താമെന്നാണ്. ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തലിൽ ഇപ്പോൾ PV അൻവർ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതിനിടെ വീടിന് സുരക്ഷ ആവശ്യപ്പെട്ട് PV അൻവർ നൽകിയ പരാതിയിൽ വീടിന് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്.